കാന്തപുരത്തിന്റെ നിലപാട് BJP മാത്രമല്ല കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെ ഒന്നാകെ ഞെട്ടിച്ചിരിക്കുകയാണ്. അതായത് കാന്തപുരം നരേന്ദ്രമോദിയെ കണ്ടു കൂടിക്കാഴ്ചയ്ക്കപ്പുറം ചർച്ച ചെയ്യപ്പെടുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം സുരക്ഷിതരാണ്. മാത്രമല്ല ഈ മദ്രസകളും പള്ളികളും ഇന്ത്യയിൽ BJP ഭരിക്കുമ്പോൾ സുരക്ഷിതമാണെന്ന് പറയുമ്പോൾ ഈ BJP ഉണർത്തുന്ന പാർട്ടിയാണ്, വർഗീയത പറയുന്ന പാർട്ടിയാണ്, ഹിന്ദുക്കളെ മാത്രം ചേർത്ത് പിടിക്കുന്നവരാണ്, രാഷ്ട്രമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ കിടന്ന് തിളയ്ക്കുന്ന കുറെ ആളുകളുണ്ട്. ഇവർക്ക് കാന്തപുരം കൃത്യമായി മറുപടി നൽകുകയാണ് ഇതിലൂടെ. അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്കെല്ലാം സംശയം ഉണ്ടായിരുന്നു പല കാര്യത്തിലും. ഈ ഒരുപക്ഷെ മുസ്ലിങ്ങൾക്കുണ്ടായിരുന്ന സംശയം, എനിക്ക് ആ സംശയമൊന്നും ഇല്ല എന്നുള്ള കാര്യം പറയാം. മുസ്ലിങ്ങൾക്കുണ്ടായിരുന്ന സംശയം എന്ന് പറഞ്ഞാൽ BJP വന്നാൽ മുസ്ലിങ്ങൾക്ക് ഏതാണ്ട് സംഭവിക്കുമെന്ന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൂടുതൽ സുഹൃത്തുക്കൾ വരെ ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത് വന്ന് രഹസ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടപ്പെട്ടവരുണ്ട് മുസ്ലിം സുഹൃത്തുക്കൾ, എനിക്ക് കൂടുതൽ സുഹൃത്തുക്കളുള്ളത് മുസ്ലിം. അവരുടെ അടുത്ത് രഹസ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വല്ലതും പറ്റൂ. സത്യം, ഈ നേരത്തെ NRC അല്ലെങ്കിൽ ഈ CA സമരമൊക്കെ ഉള്ള സമയത്ത് ഇവർ CA സമരം ചോദിച്ചപ്പോ മോന്റെ ഒരു കൊച്ചുണ്ട്, ബിലാൽ എന്നാണ് പേര്. അവൻ വന്ന് എന്നോട് ചോദിച്ചു, അമ്മ ബിലാലിനെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കുമെന്ന്. ഞാൻ പറഞ്ഞു ഇല്ലടാ, അങ്ങനെയൊന്നും സംഭവിക്കില്ല, അതൊക്കെ വെറുതെ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അല്ല, അപ്പൊ നമ്മൾ മനസ്സിലാക്കണ്ട, അത് ഈ രീതിയിൽ മുസ്ലിം സമൂഹത്തെ മൊത്തവും ഭയപ്പെടുത്തി വെച്ചിരുന്നു. അതായത് അതേ രീതിയിൽ നമ്മൾ പരസ്യമായിട്ട് ഈ വിഷയത്തെ പറ്റി കേൾക്കുന്നത് എത്ര ചെറുതായിരുന്നു, അതേ രീതിയിൽ CAA സമരത്തിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ NRC സമരങ്ങളുടെ കാര്യത്തിലും ഒക്കെ മർമറിംഗ് ക്യാമ്പയിൻ വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വളരെ വൃത്തിയായിട്ട് നടത്തിയിരുന്നു. അതുകൊണ്ട് അവർ ഇത്രയും ഭയപ്പെട്ടത് അത് അറിയാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല. കാരണം സാധാരണക്കാരും അതുപോലെ അറിവില്ലാത്തവരും അല്ലെങ്കിൽ അവർക്ക് ബോധ്യമുള്ള ആരെങ്കിലും പറയുന്ന കാര്യങ്ങളിലേ അവർ വിശ്വസിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇതിങ്ങനെ പോയി. ഇത് തുടക്കത്തിലായിരുന്നു. കാരണം ആദ്യത്തെ ഒരു 5 കൊല്ലത്തിനകം ഇതുപോലൊരു മർമറിംഗ് ക്യാമ്പയിൻ നടത്തി ഇന്ത്യക്കകത്തൊരു ചേരിതിരിവുണ്ടാക്കി അതിനെ അല്ലെങ്കിൽ അത് ശരിയാണെന്ന് വരുത്തി അതിൽ നിന്ന് മാറ്റം വരുത്തണമായിരുന്നു. കാരണം മോദി BJP അപ്പം അത് ഒരു 11 കൊല്ലം കഴിയുമ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മുസ്ലിങ്ങൾക്ക് ഈ രീതിയിൽ BJPയെ പറ്റി ഉണ്ടായിരുന്ന ഒരു സംശയം പോലെ തന്നെ ഇന്ത്യക്കകത്ത് നിൽക്കുന്ന മുസ്ലിങ്ങളെല്ലാം ഇന്ത്യ വിരുദ്ധരാണോ എന്ന് ചിലർക്കെങ്കിലും സംശയമുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ആ സംശയത്തിനൊക്കെ ഒരു ധ്രുവീകരണം അല്ലെങ്കിൽ അതിനകത്തൊരു മാറ്റം വരുത്തുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം സമസ്ത സംസാരിച്ചത്, ഈ പറയുന്ന കാന്തപുരം സംസാരിക്കുന്നത്. സിന്ദൂറിന് ശേഷം നമുക്ക് മനസ്സിലാകുന്ന OWൈസിയുടെ സംസാരം, അതായത് നമ്മൾ മനസ്സിലാക്കുന്ന ഇന്ത്യയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു മുസ്ലിമും അല്ലെങ്കിൽ നമ്മൾ അതായത് നമുക്ക് മനസ്സിലാവുന്നിടത്തോളം 100% എന്തായാലും ഇല്ല. ഇതിനകത്ത് ഇസ്ലാമിസ്റ്റുകളും ഈ മർമറിംഗ് ക്യാമ്പയിനും ഈ വിരുദ്ധതയ്ക്കും അല്ലെങ്കിൽ ഈ ചേരിത്തിരിവിനും അല്ലെങ്കിൽ പരസ്പരം സ്പർദ്ധ ഉണ്ടാക്കുന്നതിന് ശ്രമിക്കുന്ന ഒരു 5% ഉണ്ട്. അവൻ്റെ കൂടാണ് മാധ്യമങ്ങൾ, അവൻ്റെ കൂടാണ് പണം, അവൻ്റെ കൂടാണ് ഇന്ത്യയുടെ ശത്രുക്കൾ. അതുകൊണ്ടാണ് അവൻ്റെ കൂടെ പണമുള്ളത്. മനസ്സിലാവുന്നത്? അപ്പൊ അവൻ്റെ പ്രചരണം, ആ പ്രചരണത്തിനൊക്കെ അല്ലെങ്കിൽ ആ പ്രചരണം അങ്ങനെയല്ല. ഇപ്പൊ എന്താ കാന്തപുരം എന്ന് പറയുന്ന ആളിനെ പറ്റി അറിയാമല്ലോ. കാന്തപുരം മുസ്ലിമിന്റെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമിന്റെ ഒരു മതമേലധ്യക്ഷനാണ്, ദൈവത്തെ പോലെ കാണുന്ന ആളാണ്. അയാൾക്ക് ഇന്ത്യയുടെ നയതന്ത്രം ഇല്ലാതെ ഇരുന്ന ഈ പറയുന്ന യമനിൽ അയാൾ വിചാരിച്ചപ്പോൾ നയതന്ത്രം ഉണ്ടായി. അയാൾ പറഞ്ഞത് കൊണ്ടാണ് ഇന്ന് നിമിഷപ്രിയയുടെ കഴുത്തിന് മുകളിൽ തലയുള്ളത്. ആ രാജ്യത്തിനകത്ത് ആര് പറഞ്ഞാലും കേൾക്കുന്ന അല്ല, ഹൂത്തികളുടെയൊക്കെ രാജ്യമാണ്. ആര് പറഞ്ഞാലും ഇവർ കേൾക്കത്തില്ല. ഹൂത്തികൾ വിചാരിക്കുന്ന കാര്യങ്ങൾ അമേരിക്ക പറഞ്ഞാൽ കേൾക്കത്തില്ല, ലോകത്ത് ഒരു ഐക്യരാഷ്ട്രസഭ പറഞ്ഞാലും കേൾക്കത്തില്ല. അവർക്ക് അവരുടെ മതം, അവർക്ക് അവരുടെ രീതി, അവർക്ക് അവരുടെ നിയമം. ആ സ്ഥലത്ത് കാന്തപുരം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, നമ്മൾ അദ്ദേഹത്തിന്റെ വലിപ്പം അത്രയുമായിട്ട് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. കാന്തപുരം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇവിടെ ഇരുന്ന് അതിനകത്ത് ഇടപെടുന്നു. ഇന്ത്യക്ക് നയതന്ത്രപരമായിട്ട് ബന്ധമില്ലാത്ത രാജ്യമുണ്ട്, ഇന്ത്യക്ക് ഇടപെടാൻ പറ്റത്തില്ല. ഇന്ത്യക്ക് ഇടപെടുന്നതിന് പരിധി ഉണ്ടായിരുന്നു. ഇന്ത്യ ഇറാൻ മുഖേന ഇടപെടാൻ നോക്കി, എന്നിട്ട് പോലും അതിനകത്ത് പൂർണ്ണമായ അല്ല വ്യക്തമായ ഒരു ഗുണം കിട്ടാത്തപ്പോൾ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഒന്നും അല്ലെങ്കിൽ അവർ വീട്ടിൽ ഇരിക്കുന്നവർക്ക് ജയിലിൽ കിടക്കുവാണല്ലേ, എന്റെ കുഞ്ഞ് മരിച്ചിട്ടില്ല, ആ ഒരു ആശ്വാസമെങ്കിലും കിട്ടുമല്ലോ. ആ രീതിയിലേക്ക് ഇടപെടുന്ന കേന്ദ്ര സർക്കാരിന്റെ പറഞ്ഞിട്ടാണ് കാന്തപുരം ഇടപെട്ടതെന്നും കൂടി ഇപ്പൊ വരുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ മോദിയായിട്ട് പുള്ളിക്ക് എന്നിരുന്ന് സുഹൃത്തുക്കളെ പോലെ സംസാരിക്കാൻ പറ്റുന്നത്. കേന്ദ്ര സർക്കാർ ഏതൊക്കെ രീതിയിൽ ഇടപെടുന്നു അല്ലെങ്കിൽ ഈ മാതിരിയുള്ള ആൾക്കാരുമായിട്ടും കേന്ദ്രവും അല്ലെങ്കിൽ BJPക്കായിട്ടും ഏതൊക്കെ ബന്ധമുണ്ടെന്ന് ഉള്ള കാര്യം അവർക്കും BJPക്കും അല്ലേ അറിയത്തുള്ളൂ. പ്രധാനമന്ത്രിക്ക് ഇത് വിളിച്ചു പോയിക്കൊണ്ട് നടക്കാനൊക്കെ. അപ്പൊ ഇതൊന്നും അല്ല മുസ്ലിങ്ങളെ കൊല്ലാൻ തിന്നുക എന്ന് നടക്കുന്ന ഈ നെറേറ്റീവ്സ് ഉണ്ടാക്കി നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഇപ്പൊ ഇതിന് ശേഷവും ഇപ്പൊ ഞാൻ ഇപ്പൊ ഇത് പറഞ്ഞപ്പം OA റഹമത്തുള്ള പേരെന്തോ ഒരുത്തനുണ്ട്,
ഒരു മാധ്യമ പ്രവർത്തകൻ റഹ്മത്തുള്ള, അവൻ പറയുന്നത് അയ്യോ അതൊന്നും എന്ത് അർത്ഥത്തിലാ പറയുന്നത്, അയാൾക്ക് കാശ്മീരിൽ അല്ലെങ്കിൽ മദ്രസകളുണ്ട്, യു പിയിൽ മദ്രസകളുണ്ട്, ഇന്ത്യയിലുടനീളം മദ്രസകളുണ്ട്. യു പി മദ്രസ നടത്തുന്നുണ്ടല്ലോ കാന്തപുരം, കാശ്മീരി മദ്രസ നടത്തുന്നുണ്ടല്ലോ കാന്തപുരം, വടക്കേ ഇന്ത്യയിൽ BJP ഭരിക്കുന്നിടത്തൊക്കെ മദ്രസ നടത്തുന്നുണ്ടല്ലോ കാന്തപുരം. അവിടെങ്ങും മദ്രസഭ നടത്തുന്നതിനും അല്ലെങ്കിൽ സ്കൂളുകൾ നടത്തുന്നതിനും അല്ലെങ്കിൽ അവരുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നതിനും ഒരു കുഴപ്പമില്ലല്ലോ. മര്യാദയ്ക്ക് നടത്തുന്നുണ്ട്. മര്യാദയില്ലാത്തവൻ നടത്തിയാൽ, ഇപ്പോൾ പറഞ്ഞ് പള്ളി പൊളിച്ചിട്ടുണ്ട്, അമ്പലം പൊളിച്ചിട്ടുണ്ട്, ഈ കാന്തപുരം കണ്ടതിനകത്ത് കാന്തപുരം അറിയുന്നില്ല BJPയുടെ കുഴപ്പം എന്നുള്ള രീതിയിൽ ഉള്ള പ്രചരണത്തിന്റെ മറുപടി ഞാൻ പറയുന്നത്. എവിടായി പള്ളി പൊളിച്ചത്? മുസ്ലിം പള്ളി പൊളിച്ചെന്ന് പറയുന്നത്, ക്രിസ്ത്യൻ പള്ളി പൊളിച്ചെന്ന്. യു പിയിലുടനീളമുള്ള മുസ്ലിം പള്ളികൾ പൊളിച്ചു കളയുന്നുണ്ട്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളികൾ പലതും പൊളിക്കുന്ന ഇവിടുത്തെ കുറേ മാധ്യമങ്ങളും അല്ലെങ്കിൽ ഇവിടുത്തെ കുറേ CPM അല്ലെങ്കിൽ ഇവിടുത്തെ കുറേ കോൺഗ്രസും BJPക്ക് എതിരായിട്ടുള്ളത്. ഈ പള്ളിയൊക്കെ എവിടുന്നുള്ള പള്ളിയാ? സർക്കാർ സ്ഥലങ്ങളിൽ യാതൊരു ആനുകൂല്യവുമില്ലാതെ അല്ലെങ്കിൽ അനുവാദവുമില്ലാതെ ആരെങ്കിലുമൊക്കെ ഒരു സുപ്രഭാതത്തിൽ പള്ളികൾ വെക്കുക, എന്നിട്ട് അവിടെ കയറി താമസിക്കുക. പരിശോധിക്കുമ്പോൾ ഇവരൊന്നും ഒരുപക്ഷെ ഇന്ത്യക്കാർ പോലും അല്ലാതെയാകുന്നു. ഈ പറയുന്ന യു പിയിലെ പല മേഖലയിലും, ബോർഡർ മേഖലയിലും, അതുപോലെ ഈ ആസാം മേഖലയിലും, നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളിലും ഒക്കെ പള്ളികൾ അതിർത്തികളിൽ വളരെ കൂടുതലായിട്ട് നമ്മുടെ ഗവൺമെന്റ് സ്ഥലത്ത് പൊന്തി വരിക സുപ്രഭാതത്തിൽ 6 മാസം കൊണ്ട്. അവിടെ ആൾക്കാർ വരുക, അതുവരെ ഇല്ലാത്തോണം. ഇന്ത്യക്കാരില്ലാത്തവർ വരുക, അവിടെ നിസ്കരിക്കാൻ ആൾ വരുക. ഇതൊക്കെ പൊളിച്ചു കളഞ്ഞല്ലേ പറ്റൂ. ഇന്ത്യയുടെ സുരക്ഷിതത്തെ ബാധിക്കുന്ന വിഷയമല്ലേ. ഈ പള്ളിയുടെ മറവിലും അല്ലെങ്കിൽ ഈ മദ്രസകളുടെ മറവിലുമൊക്കെ ഈ പറയുന്ന പാകിസ്ഥാനും ബംഗ്ലാദേശും മറ്റ് രാജ്യങ്ങളും ഒക്കെ ഇവിടെ മതഭീകരവാദികളെ ഉരുത്തിരിക്കുന്നതിനും അവരെ സംരക്ഷിക്കുന്നതിനും പള്ളിയുടെ മറവ് ഉപയോഗിക്കുന്നു. അതൊക്കെ പൊളിക്കും, നാളെയും പൊളിക്കും, മറ്റന്നാളിലും പൊളിക്കും. അത് മോദിയും പൊളിക്കും, യോഗിയും പൊളിക്കും. യു പിയിലെ 40 വർഷം പഴക്കമുള്ള BJP ഓഫീസ് പൊളിച്ചു, അനധികൃതമായി കെട്ടിടം പണിഞ്ഞു എന്ന് പറഞ്ഞു. യോഗിയുടെ കാലത്താണ് പൊളിച്ചത്. സ്വന്തം ഓഫീസ് പൊളിക്കാൻ ധൈര്യം കാണിച്ച യോഗിക്ക് ഇത്തരത്തിൽ മതഭീകരരെ വളർത്തുന്ന ആരാധനാലയങ്ങൾ പൊളിക്കാൻ വലിയ പ്രയാസമുണ്ടോ? ഇല്ല, ഒരു പ്രയാസമില്ല. അവിടെ യോഗിയുടെ നേരത്തെ ഏഷ്യാനെറ്റ് ഇവിടെ യോഗി എന്തുവാന്ന് അറിയാൻ വേണ്ടി അവിടെ ഒരു ഇതിന് പോയായിരുന്നു. നേരത്തെ ഇപ്പോഴത്തെ സാർവി ചന്ദ്രശേഖരന്റെ ഏഷ്യാനെറ്റ് തന്നെ 10, 13, 15 കൊല്ലം മുമ്പ് അവിടെ ചെന്നിട്ട് യോഗി ഭയങ്കര ഭീകരനാണ്, അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് അയാൾ തീവ്രവാദിയാണെങ്കിൽ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ അയാളുടെ ആശ്രമത്തിൽ 400ഓളം ജീവനക്കാരുണ്ട്, മൊത്തം മുസ്ലിങ്ങളാണ്. പുള്ളി ജയിക്കുന്ന മണ്ഡലം മൊത്തം മുസ്ലിങ്ങൾ. അവിടുത്തെ ചോദിച്ചു യോഗി എങ്ങനെയുണ്ട്? അയ്യോ അത് ഞങ്ങളുടെ ദൈവമാണ്. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ഈ രീതിയിലേക്കുള്ള മുസ്ലിങ്ങളും ഈ രീതിയിൽ സുരക്ഷിതമായിട്ട് ജീവിക്കുന്ന മുസ്ലിങ്ങളും ഇന്ത്യയിലുള്ളപ്പോൾ, ഇന്ത്യയെ സ്നേഹിക്കുന്നവരുള്ളപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ വിഷയങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. അതിനൊക്കെ ഒരു മാറ്റം വന്നു. അപ്പോൾ ഹിന്ദുവിനും മനസ്സിലായി ഈ പറയുന്ന മതമേലധ്യക്ഷന്മാരൊന്നും രാജ്യവിരുദ്ധരല്ല, അല്ലെങ്കിൽ അറിയാമേത്ത മുസ്ലിങ്ങൾക്ക് മനസ്സിലായി ഇതുപോലെ മോദി മുസ്ലിമിനെ കൊല്ലുന്നതും അല്ലെങ്കിൽ മോദിയുടെ പണി അതല്ല, ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെ കൊണ്ടുവന്ന് കടലിൽ താക്കുന്ന പണിയും അല്ലെങ്കിൽ കൊല്ലുന്ന പണിയും മതത്തിൻ്റെ പേരിൽ മാറ്റുന്ന പണിയും ഒന്നുമില്ല. ഇവിടെ ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും ഇന്ത്യക്ക് വേണ്ടി പറയുന്ന, ഇന്ത്യയെ സ്നേഹിക്കുന്ന, ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന കൂടെയാണെന്നുള്ള കാര്യം മോദി പറയാതെ കാന്തപുരം പറഞ്ഞിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഏതാണെങ്കിലും സുഡാപ്പികളുടെ വയലിൽ പത്തിരി അടിച്ചെന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിലായില്ലേ? അപ്പൊ കാന്തപുരം പറഞ്ഞു ഇവിടെ ഈ മുസ്ലിങ്ങൾക്ക് പ്രശ്നമില്ല. മോദി എന്ന് പറയുന്ന സമാധാന പ്രിയനാണ്. അത് ഇന്ത്യയിൽ മാത്രമല്ല ലോകം മൊത്തം സമാധാനം. അതിന് ഇറാന്റെ കാര്യമൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട്, മനസ്സിലാവുന്നുണ്ട്. അപ്പം ഈ രീതിയിലേക്ക് കാര്യങ്ങൾ ഉരുത്തിരിയുന്നു. ഇനിയും ഈ പറയുന്നത് പോലെ BJP എന്ന് പറയുന്നത് ഇവിടുത്തെ മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും എതിരാണെന്ന് പറയുകയും അല്ലെങ്കിൽ ആ പറച്ചിൽ സമയത്ത് മിണ്ടാതിരിക്കുന്ന ഒരു സമസ്തയോ മിണ്ടാതിരിക്കുന്ന കാന്തപുരമോ ഒന്നുമല്ല. BJPക്ക് ഇവിടെ കുഴപ്പമില്ല, മോദിക്ക് കുഴപ്പമില്ല. അവർ മുസ്ലിങ്ങൾക്കെതിരല്ല. ഏറ്റവും സുരക്ഷിതമായിട്ട് മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന ഇടം തന്നെയാണ് ഇവിടെ മോദിയുടെ കീഴിലുള്ള ഭാരതം എന്ന് മുസ്ലിങ്ങൾ പറഞ്ഞു തുടങ്ങി, കാന്തപുരം പറഞ്ഞു തുടങ്ങി എന്ന് വേണം കരുതാൻ.